അമേരിക്കൻ അഹങ്കാരത്തിന് വൻ തിരിച്ചടി. ട്രംപിന്റെ നാടകം പൊളിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ വലിയ ജിയോപൊളിറ്റിക്കൽ നാടകം ഒടുവിൽ അമേരിക്കയെ തന്നെ തിരിഞ്ഞുകൊത്തിയോ? ഇറാനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാമെന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. ഇറാന്റെ സൈനിക ശേഷിയെയും തന്ത്രങ്ങളെയും തീരെ വിലമതിക്കാതെ അമേരിക്ക കാണിച്ച അഹങ്കാരത്തിനാണ് ഇപ്പോൾ വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാതെ തങ്ങൾ തോറ്റിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ അമേരിക്ക ഇപ്പോൾ പഠിച്ച പണി 18 നോക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് പോയെന്ന് ട്രംപ് പറയുമ്പോൾ അങ്ങനെയൊരു ചർച്ചയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുപോലുമില്ല എന്ന് പറഞ്ഞ് ഇറാൻ അമേരിക്കയുടെ മുഖത്തടിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് യഥാർത്ഥ അമേരിക്കൻ സൈക്കോളജി നമ്മൾ തിരിച്ചറിയേണ്ടത്. അമേരിക്കൻ ഡോളറിന്റെ ലോകത്തെ ആധിപത്യം നിലനിർത്തുക എന്നത് മാത്രമാണ് ഈ യുദ്ധത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. $39 ട്രില്യൺ കടക്കെണിയിലായ അമേരിക്ക സാമ്പത്തികമായി തകർച്ചയുടെ വക്കിലാണ്. അത് മറച്ചുവെക്കാൻ ഡോളറിലൂടെ എണ്ണ വ്യാപാരം നടത്താൻ ഇറാനെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം കയ്യിലുള്ള ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുത്തത് 8ന്റെ പണിയാണ്. തങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ മാറ്റാതെ ഒരു ചർച്ചയുമില്ലെന്ന് ഇറാൻ തീർത്തു പറഞ്ഞതോടെ ഗൾഫിലേക്കുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം ശരിക്കും സ്തംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പും കോമാളിത്തരങ്ങളും കണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി കൊണ്ടുവന്ന അമേരിക്കൻ സൈന്യം ഇപ്പോൾ തങ്ങൾക്ക് തന്നെ ബാധ്യതയാകുന്ന കാഴ്ചയാണ് ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൗദി അറേബ്യയുമായി നടത്തിയ ചർച്ചകൾ വളരെ നിർണായകമാണ്. കാരണം ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾക്കും ഇന്ത്യയ്ക്കും ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കയുടെ ഈ ഡോളർ ആധിപത്യവും ഗൾഫിലെ ഈ യുദ്ധഭീതിയും ലോക സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അമേരിക്ക ശരിക്കും ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് പോവുകയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.